ഫ്രണ്ട്സ്, എല്ലാവർക്കും റബീസ് കിച്ചണിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് ബേക്കിംഗ് സോഡയും ഈസ്റ്റും ഒന്നുമില്ലാതെ അടിപൊളിയായിട്ടുള്ള പാലപ്പം അല്ലെങ്കിൽ വെള്ളയപ്പം ചുട്ടെടുക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം നമുക്ക്. അപ്പോൾ ഞാനിത് 2 ഗ്ലാസ് പച്ചരി 4 മണിക്കൂർ മുമ്പേ വെള്ളത്തിൽ കുതിർത്തിയതിന് ശേഷം നന്നായിട്ട് കഴുകിയിട്ട് ഊറ്റിയെടുത്താണ്. ഞാനിവിടെ ദോശ റൈസാണ് കേട്ടോ എടുത്തിരിക്കുന്നത്. അപ്പോൾ പിന്നെ ഞാൻ എടുത്തിരിക്കുന്നത് 1 ഗ്ലാസ് വേവിച്ച ചോറാണ്. പിന്നെ നമുക്ക് വേണ്ടത് അരമുറി തേങ്ങയാണ്. പിന്നെ നമ്മൾ മെയിൻ ഇൻഗ്രീഡിയൻ്റായ മാവാണ്. ദോശയുടെ മാവാണ് കേട്ടോ, ഉഴുന്ന ദോശയല്ല, അരിദോശയുടെ മാവാണ്. ഈ മാവ് പുളിച്ച മാവാണ് കേട്ടോ. ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് വെച്ചാൽ, ഞാൻ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റിന് വേണ്ടി ഉണ്ടാക്കിയ ദോശയുടെ മാവാണ് കേട്ടോ. തലേദിവസം 1 ഗ്ലാസ് പച്ചരി വെള്ളത്തിലിട്ടു. പിന്നെ രാവിലെ അരയ്ക്കുമ്പോൾ കുറച്ച് ചോറും കുറച്ച് തേങ്ങയും കൂടി മിക്സ് ചെയ്തിട്ട് അരച്ച് വെച്ച ദോശയുടെ മാവായിരുന്നു. അപ്പം ഞാൻ ദോശ ഇട്ടിട്ട് ബാക്കി വന്ന മാവാണ് കേട്ടോ ഇത്. അപ്പോൾ ഞാനിത് രാവിലെ അടച്ച് വെച്ചിട്ട് രാത്രി ആകുമ്പോഴേക്കും ഈ മാവൊന്ന് പൊങ്ങി വരും, പുളിച്ചും വരും. ആ മാവ് ചേർത്തിട്ടാണ് കേട്ടോ ഞാൻ ഈ വെള്ളയപ്പം ചുട്ടെടുക്കുന്നത്. ഓക്കെ, അരച്ചെടുക്കുന്നത്. ഇതിൽ കുറച്ച് പഞ്ചസാരയും വേണം. ഇനിയിത് ഈ പച്ചരിയൊക്കെ നമുക്കൊരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ടിട്ട് കുറച്ചായിട്ടിട്ട് അങ്ങ് അരച്ചെടുക്കാം. ഞാനിപ്പോൾ ഇത് 2 ഗ്ലാസ് ഉള്ളത് കൊണ്ട് തന്നെ ഞാൻ 2 ട്രിപ്പായിട്ടാണ് അരച്ചെടുക്കുന്നത്. നിങ്ങൾക്ക് 1 ഗ്ലാസ്സൊക്കെ ആണെങ്കിൽ 1 ട്രിപ്പിൽ അരച്ചെടുക്കാം. എല്ലാം കുറച്ച് 1 സ്പൂണ് പഞ്ചസാരയും ഇട്ട് കൊടുക്കാം. പിന്നെ നമ്മളെ മെയിൻ സംഭവമാണ്, ഇതൊഴിച്ചിട്ടാണ് ഞാൻ ഈ വെള്ളയപ്പം ചുട്ടെടുക്കുന്നത്. കുറച്ച് മാവ് ഒഴിച്ച് കൊടുക്കാം. എന്നിട്ട് കുറച്ച് വെള്ളം കൂടി അങ്ങ് ഒഴിച്ചിട്ട് പേസ്റ്റ് പോലെ അരച്ചെടുക്കാം. അപ്പോൾ ഞാനിതാ പേസ്റ്റ് പോലെ അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊരു പാത്രത്തിലേക്ക് അങ്ങ് ഒഴിച്ച് കൊടുക്കാം. ഇതേപോലെ തന്നെ നമുക്ക് ബാക്കിയുള്ളതും നൈസായിട്ട് അങ്ങ് അരച്ചെടുക്കാം. അപ്പോൾ ഇത് ഞാൻ അതേപോലെ അരച്ചെടുത്തിട്ടുണ്ട്. ഏകദേശം 1.5 ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ടാണ് ഞാൻ ഈ മാവ് അരച്ചെടുത്തിരിക്കുന്നത്. അതിന് നമുക്ക് കൈ വെച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. അതിനു മുമ്പേ നമുക്ക് പാകത്തിന് കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം. ഓൾറെഡി ഞാൻ പഞ്ചസാര ഇട്ടിട്ടാണ് ഇത് അരച്ചെടുത്തിരിക്കുന്നത്. അതുകൊണ്ട് നമുക്കിനി അപ്പം ചുട്ടെടുക്കുന്ന സമയത്ത് പോരെങ്കിൽ കുറച്ച് പഞ്ചസാരയൊന്ന് മിക്സ് ചെയ്താൽ മതി കേട്ടോ. ഇത് നന്നായിട്ടൊന്ന് കൈ വെച്ച് മിക്സ് ചെയ്തെടുക്കാം. എനിക്കിതൊന്ന് കൈവച്ച് മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ എല്ലാം നന്നായിട്ടൊന്ന് യോജിച്ച് വരും കേട്ടോ. അതായിരിക്കും നല്ലത് സ്പൂണിനെക്കാട്ടും. അപ്പോൾ ഞാനിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് എന്താ വേണ്ടതെന്ന് വെച്ചാൽ, ഇത് ഒരു 8 മണിക്കൂർ ഈ മാവൊന്ന് പൊങ്ങാൻ വേണ്ടിയിട്ട് നമുക്ക് വെക്കണം. അപ്പോൾ നമുക്കിതൊരു 8 മണിക്കൂർ മാവ് പൊങ്ങാൻ വേണ്ടിയിട്ട് വെക്കാം. ഓക്കെ, അപ്പോൾ ഞാനിത് തലേദിവസം ഒരു 7 മണിക്ക് അരച്ച് വെച്ചതാണ്. അതിന് ഞാൻ നാളെ രാവിലെ ഇത് ചുട്ടെടുക്കുള്ളൂ. അതുകൊണ്ട് ഞാനിത് അടച്ചു വെക്കാൻ പോവുകയാണ്. എല്ലാവരും തലേ ദിവസം അരച്ച് വെക്കുന്നതായിരിക്കും നല്ലത്. അങ്ങനെയാണെങ്കിൽ നമുക്ക് പിറ്റേ ദിവസം രാവിലെ ഡയറക്റ്റ് എടുത്തത് പെട്ടെന്ന് ചുടുകയും ചെയ്യും. ഓക്കെ, നമുക്ക് അടച്ച് വെക്കാം. അപ്പോൾ ഇതാ രാവിലെയായി, ഏകദേശം ഒരു 8 മണിയായിട്ടുണ്ട്. തുറന്ന് നോക്കുകയാണ്. അപ്പോൾ നമ്മളെ മാവൊക്കെ പൊങ്ങി വന്നിട്ടുണ്ട്. നമുക്കൊന്നൊരു സ്പൂണ് വെച്ച് ഒന്ന് ഇളക്കി നോക്കാം. അത് കണ്ടോ, മാവ് നന്നായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട്. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഈ ഒരു സമയത്ത് നിങ്ങൾക്ക് ഉപ്പും അതേപോലെ പഞ്ചസാരയെല്ലാം കറക്റ്റാണോ നോക്കുക. പഞ്ചസാര കറക്റ്റ് അല്ലെങ്കിൽ കുറച്ചും കൂടി ഇട്ട് കൊടുക്കുക കേട്ടോ. ശകലം മതിയാവും. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. പഞ്ചസാര വീണ്ടും ഒന്ന് മിക്സ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഒരു 5 മിനിറ്റും കൂടി അങ്ങ് അടച്ച് വെച്ചേക്കുക കേട്ടോ. ഇനി നമുക്ക് അപ്പം ചുട്ടെടുക്കാം. അപ്പോൾ ഞാനിതാ ചട്ടി ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്, അപ്പച്ചട്ടി നന്നായിട്ടൊന്ന് ഒരു മീഡിയം ഫ്ലെയിമിലിട്ട് നന്നായിട്ട് ചൂടായതിന് ശേഷം മാത്രമേ ഇതിലേക്ക് മാവ് ഒഴിച്ചു കൊടുക്കാൻ പാടുള്ളൂ കേട്ടോ. ഒരു തവി അങ്ങ് ഒഴിച്ചു കൊടുക്കുക ആദ്യം. എന്നിട്ട് നന്നായിട്ടൊന്ന് ചുറ്റിച്ചു കൊടുക്കുക. എന്നിട്ട് മീഡിയം ഫ്ലെയിമിൽ അടച്ച് വെച്ചിട്ട് നമുക്കിത് ചുട്ടെടുക്കാം. നമുക്കൊന്ന് തുറന്ന് നോക്കട്ടെ. ഇതാണ് നമ്മൾ അടിപൊളിയായിട്ടുള്ള വെള്ളയപ്പം റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഭയങ്കര സോഫ്റ്റ് വെള്ളയപ്പമാണ് കേട്ടോ. ഈ ഒരു രീതിയിൽ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. ആ ഒരു മാവ് മാത്രമേ ഞാൻ ഇതിലേക്ക് ഒഴിക്കുന്നുള്ളൂ. വീണ്ടും ഇതേപോലെ തന്നെ ഒരു തവിയും കൂടി ഒഴിച്ചിട്ട് നമുക്ക് ചുട്ടെടുക്കാം. നിങ്ങൾക്ക് ഇതേപോലെ സോഫ്റ്റ് ആയിട്ടുള്ള വെള്ളയപ്പമാണ് ഇഷ്ടം വെച്ചാൽ ഇതേ രീതിയിൽ ചുടുക. നിങ്ങൾക്ക് ചില ആൾക്കാർക്ക് എന്ന് പറഞ്ഞാൽ നമുക്ക് ആ സൈഡെല്ലാം ഒന്ന് മൊരിഞ്ഞ് വരണം. ആ ലൈറ്റ് ബ്രൗൺ ആവില്ലേ ആ വക്കെല്ലോ. അപ്പോൾ എൻ്റെ മക്കൾക്കെല്ലാം വക്കെല്ലോ നല്ല മൊരിഞ്ഞ് വരുന്ന രീതിയിലാണ് ഇഷ്ടം. അപ്പോൾ അതേ രീതിയിൽ വേണമെങ്കിൽ ഒന്നുകൂടി നിങ്ങൾക്ക് ചൂടാക്കിയിട്ട് അങ്ങനെ എടുത്താലും മതി കേട്ടോ. ഞാൻ വേറൊരു അപ്പച്ചട്ടിയിൽ
ചുട്ടെടുക്കുന്ന ഒരു ഫോട്ടോ ഉണ്ട്, അത് കാണിക്കാം നമുക്ക്. ഓക്കെ, അപ്പോൾ ബാക്കിയുള്ളതെല്ലാം ഞാൻ ഇതേപോലെ ചുട്ടെടുത്തിട്ടുണ്ട്. സൂപ്പർ വെള്ളയപ്പം കേട്ടോ, സോഫ്റ്റ് വെള്ളയപ്പമാണ്. എല്ലാവരും ഒന്ന് ഈ ഒരു രീതിയിൽ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. ആ മാവ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് വിഷമമൊന്നുമില്ല. കുറച്ച് പച്ചരിയും തേങ്ങ